ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റായ സഫറോങ്കി ജുഗൽബന്ദിയിലെ 3ാമത്തെ ചാപ്റ്ററായ റെയിൻ ബസേരെ മേം പാഠഭാഗം പഠിക്കാം. റെയിൻ ബസേരെ മേം എന്ന് വെച്ചാൽ അഭയകേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് രാത്രിയിൽ തങ്ങാനുള്ള സ്ഥലം. റെയിൻ ബസേരെ മേം എഴുതിയത് അമർദലാൽ വേഗഡാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാവൃത്തമാണ് പാഠഭാഗം. ഓതറിൻ്റെ പേര് നോക്കിയേ, അമർദലാൽ വേഗഡ്. അദ്ദേഹത്തിൻ്റെ യാത്രാവൃത്തമാണ് പാഠഭാഗം. നോക്കിയിരുന്നേ, വായിക്കാം. തീരെ തീരെ നർമ്മദ. അമർദലാൽ വേഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത് ഹേ. തീരെ തീരെ നർമ്മദ, അമർദലാൽ വേഗഡിൻ്റെ നർമ്മദ തീരത്തുകൂടിയുള്ള കാൽനട യാത്രയുടെ വൃത്താന്തമാണ്, അല്ലെങ്കിൽ വിവരണം ആണ്. प्रथमा पदयात्रा उन्होंने अपने 50 साल की आयु में 1977 में की और अंतिम 2009 में. പ്രഥം എന്ന് വെച്ചാൽ ആദ്യത്തെ കാൽനട യാത്ര 1977 അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വയസ്സിലും അന്തിമ അവസാനത്തത് 2009 ആയിരുന്നു. इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है धीरे धीरे नर्मदा. इन 33 33 ഈ 33 വർഷങ്ങൾക്കിടയിൽ കരീബ് ഏകദേശം എത്രയാ 4000 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു. അതിൻ്റെ വൃത്താന്തമാണ് ധീരെ ധീരെ നർമ്മദയിൽ. ഇൻ ഇസെ സിൽസിലെ में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. इस सिलसिले में ഈ യാത്രാ വിവരണത്തിൽ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സഹായി ആയ ചോട്ടുവിനോടൊപ്പമുള്ള ചോട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. അയാളോടൊപ്പമുള്ള അനുഭവങ്ങളായിരുന്നു ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒക്ടോബർ 11 1997 1997 ഒക്ടോബർ 11 അദ്ദേഹം നടത്തിയ കാൽനട യാത്രയുടെ അനുഭവത്തിൻ്റെ വിവരണമാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. 1997 ഒക്ടോബർ 11 നടത്തിയ കാൽനട യാത്രയുടെ അനുഭവത്തിൻ്റെ വിവരണമാണ് ഈ പാഠഭാഗം. നമുക്ക് ആ പാഠത്തിലേക്കൊന്ന് പോകാം. നോക്കിയിരുന്നേ. രാത് കോ തോടി ദേർ കെ ലിയെ മെയും ബാഹർ നികൽ ആയ और ആകാശ തലെ ബൈഠ് ഗയ. രാത്രി, തോടി ദേർ അല്പസമയം, ബാഹർ വെളിയിൽ. അടുത്ത് നോക്കിയേ, തലേന്ന് വെച്ചാൽ താഴെ. രാത് കോ തോടി ദേർ കെ ലിയെ മെയും ബാഹർ നികൽ ആയ. രാത്രി കുറച്ച് നേരത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ആകാശക്ക് തലേ ആകാശത്തിൻ്റെ താഴെ ഇരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ എവിടെ ഇരുന്നു? ആകാശത്തിൻ്റെ താഴെ എന്ന് വെച്ചാൽ വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി അദ്ദേഹം ഇരുന്നു. താരെ ഐസെ ലഗ് രഹേ ഥേ. താരങ്ങൾ, നക്ഷത്രങ്ങൾ. ഐസെ ലഗ് രഹേ ഥേ, നക്ഷത്രങ്ങൾ ഇങ്ങനെ തോന്നി. നോക്കി, ബാനോ കിസിനെ ആകാശമേം സഫേദ് തിൽ ബിക്കർ ദിയേ ഹൈ. കിസിനെ ആരോ, ആകാശത്തിൽ സഫേദ് വെളുപ്പ്, തിൽ എന്ന് വെച്ചാൽ എള്ള, ബിക്കർന ചിതറുക. ആരോ ആകാശത്തിൽ വെളുത്ത എള്ള വിതറിയതുപോലെ നക്ഷത്രങ്ങൾ കാണപ്പെട്ടു. ചാന്ദ് നഹീന്ത. ചാന്ദ് എന്ന് വെച്ചാൽ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട്. താരെ കുൽക്കർ സാമിനെ ആ ഗയെ ഹൈ. താരങ്ങൾ, നക്ഷത്രങ്ങളെ വളരെ വ്യക്തമായി കാണാമായിരുന്നു. ചന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് താരങ്ങളെ, നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാൻ സാധിച്ചു. അടുത്ത പാസേജ് നോക്കിയേ. സൂരജ് ചൽത്താ ഹേ അകേല. അകേല എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. താരെ ചൽത്തെ ഹേ ജമാത്ത്. ജമാത്ത് എന്ന് വെച്ചാൽ കൂട്ടത്തോടെ, കൂട്ടമായി. നക്ഷത്രങ്ങൾ കൂട്ടമായി സഞ്ചരിക്കുന്നു. നോക്കിയ കൂട്ടത്തിൽ സഞ്ചരിക്കുക, അതായത് സൂര്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു, നക്ഷത്രങ്ങൾ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നു. അമാവാസിക്ക് രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹേ. അമാവാസി രാത്രിയിൽ എന്ത് ചെയ്യുന്നൊക്കെ താരോങ്ക. താരം എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ
ഒരു വലിയ കൂട്ടം കാണാമായിരുന്നു. അമാവാസി രാത്രിയിലെ നക്ഷത്രങ്ങളുടെ ഒരു ഭണ്ഡാര, വലിയൊരു കൂട്ടം തന്നെ കാണാമായിരുന്നു. ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്. ദിൻ കാ എന്ന് വെച്ചാൽ പകലത്തെ ആകാശത്തെ, ഹൗസ് ഓഫ് ലോർഡ് ആരുടെ, പ്രഭുക്കന്മാരുടെ സഭയെന്നും, രാത് കാ ആകാശ് ഹേ രാത്രിയിലെ ആകാശത്തെ, ഹൗസ് ഓഫ് കോമൺസ്, കോമൺ എന്ന് വെച്ചാൽ സാധാരണക്കാർ, സാധാരണക്കാരുടെ സഭയായും കാണുന്നു. അത് ക്വസ്റ്റ്യൻ ആകട്ടെ, അവിടെ നോക്കി വെച്ചിരിക്കണം. സുബഹ ആകെ ബെഡെ, സുബഹ എന്ന് വെച്ചാൽ പ്രഭാതം, രാവിലെ അവർ എന്ത് ചെയ്തു, മുന്നോട്ട് നടന്നു. പഗ് ഡണ്ടി എക്കായൊക്കെ ഖദറാനക് ഹോകെ, പഗ് ഡണ്ടി എന്ന് വെച്ചാൽ നടപ്പാത, എക്കായൊക്കെ പെട്ടെന്ന്, ഖദറാനകെ അപകടകരം എന്നൊക്കെ, രാവിലെ അവർ മുന്നോട്ട് നടന്നു. പഗ് ഡണ്ടി നടപ്പാത പെട്ടെന്ന്, ഖദറാനക് അപകടകരമായി തീർന്നു എന്നുവെച്ചാൽ ആ പോകുന്ന പാത വളരെ അപകടകരമായി തീർന്നു. സെരാ ചുക്കെ ഔറെ സീതെ പാനി മേം, സീതെ നേരെ, സെരാ ചുക്കെ, സെരാ എന്ന് വെച്ചാൽ അല്പം തെറ്റിയാൽ, സീതെ നേരെ വെള്ളത്തിലേക്ക് വീഴും, അല്ലെ ജലത്തിലേക്ക് വീഴും. അല്പം എന്താന്നൊക്കെ നമുക്ക് കുറച്ച് അബദ്ധം പറ്റിയാൽ നേരെ എവിടേക്ക് വീഴും, ജലത്തിലേക്ക് തന്നെ വീഴും. പതലി ഹോത്തെ ഹോത്തെ ബഹുലുപ്ത് ഹോ ഗെയ്, പതലി എന്ന് വെച്ചാൽ നേർത്ത, അതായത് ആ വഴി നേരത്തെ ലുപ്തമായി തീർന്നു, ഇല്ലാതായി തീർന്നത് പോലെ ആയി. ഖടി ചടായി ഛട്കറെ മുഷ്കിൽ സെ ഊപ്പർ ആയെ, ചടായി കയറ്റം, ചട്ന കയറുക, മുഷ്കൽ പ്രയാസം, ഊപ്പർ മുകളിൽ. ആ കുത്തനെയുള്ള കയറ്റം ഞങ്ങൾ എന്ത് ചെയ്തു, പ്രയാസപ്പെട്ട് കയറി മുകളിൽ എത്തി. കുത്തനെയുള്ള കയറ്റമായിരുന്നു, അത് പ്രയാസപ്പെട്ട് ഞങ്ങൾ കയറി മുകളിലെത്തി. ലേക്കിൻ എന്നാൽ ഊപ്പർ ന ഗഡ്വാഡ് തീ ഇന്ന പഗ് ഡണ്ടേ ഔറെ ബാദൽ ഥേ, ഊപ്പറിലേക്ക് എത്തിയപ്പോൾ, മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ വഴിയോ പാതയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബാദലുകൾ എന്ന് വെച്ചാൽ മേഘങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ ചെന്നപ്പോൾ കണ്ടത് അവിടെ വഴിയൊന്നും ഇല്ലായിരുന്നു, അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നു, ബാദലുകൾ, മേഘങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, തേക്കി ഹമേ ലഗാദർ ധമക്കാ രഹേദേ, ആ ബാദലുകൾ, മേഘങ്ങൾ ഞങ്ങളെ ലഗാദർ നിരന്തരമായി ധമക്കിന ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. മുകളിൽ ചെന്നപ്പോൾ ബാദൽ കണ്ടു, അത് നിരന്തരം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വേ സിമേട്ട് കറെ ഖനെ കാലെ മേഘോമേ പരിവർത്തൻ ഹോ രഹേദേ, വേ എന്ന് വെച്ചാൽ അവ, അതായത് ആ മേഘങ്ങൾ, സിമെട്ട് കർ എന്ന് വെച്ചാൽ ഉരുണ്ടുകൂടി കറുത്ത കാർമേഘങ്ങളായി മാറി, കാർമേഘങ്ങളായി മാറ്റപ്പെട്ടു. കഫീഫി ബറസ് സക്തിയതേ, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, മഴ പെയ്യാം. ബറസ് സക്തിയത എന്ന് വെച്ചാൽ മഴ പെയ്യാം. കഹീം ഏക ആത്മീ തക്ക് നസർ നഹീം ആ രഹാഥ, കഹീം അവിടെ എവിടെയും, ആത്മീയെ മനുഷ്യനെ, നസർ എന്ന് വെച്ചാൽ ദൃഷ്ടി, അവിടെ എവിടെയും ഒരു മനുഷ്യനെ പോലും കാണാൻ സാധിച്ചില്ല. കിസി തരഹെ, ഏതൊക്കെയോ തരഹ എന്ന് വെച്ചാൽ രീതിയിലെ, പഥോട പഹുഞ്ചെ, പഥോട വൺവേഡാണ്, എങ്ങനെയൊക്കെയോ അല്ലെ ഏതൊക്കെയോ രീതികളിൽ ഞങ്ങൾ പഥോടയിൽ പഹുഞ്ചെ എത്തിച്ചേർന്നു, പഥോട എന്ന ഗ്രാമത്തിൽ എത്തി. റോസ് കി അപേക്ഷ ആജ് ഹം ആദാ ഹി ചൽ പായതേ, റോസെ ദിവസം, ആജ് ഇന്ന്, ആദ പകുതി. റോസ് ഹി അപേക്ഷ എന്ന് വെച്ചാൽ എന്നത്തേക്കാൾ അപേക്ഷിച്ച്, എല്ലാ ദിവസത്തേക്കാൾ അപേക്ഷിച്ച്, ആജ് ഇന്ന് ഞങ്ങൾ പകുതി മാത്രമേ സഞ്ചരിച്ചുള്ളൂ. അതായത് നിത്യം ഞങ്ങൾ എത്രത്തോളം സഞ്ചരിക്കുന്നുവോ അതിൽ നിന്ന് പകുതി മാത്രമേ ഇന്ന് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ. ലേക്കിൻ പാനിക്ക് ഡർ സെ ഇസി ഗാവുമേ രുക്കിന പട, എന്നാൽ പാനി എന്ന് വെച്ചാൽ മഴയെ ഭയന്ന് ഞങ്ങൾ ഇന്ന ഗ്രാമത്തിൽ രുക്കിന തങ്ങാൻ തീരുമാനിച്ചു. മഴ ഭയന്ന് അവർക്കന്ന് പോയില്ല, ഗ്രാമത്തിൽ തന്നെ ഇവരെന്ത് ചെയ്തു, അന്ന് തങ്ങി. നോക്കി, കുച്ച് ലോകോംനെ മിൽക്കർ ഗാവ് മേം ഏക്ക് മന്ദിർ ബൻവായ ഹേ, കുറച്ച് ആളുകൾ മിൽക്കർ ചേർന്ന് ആ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അഭി ആർസെ മൂർത്തിക്ക് സ്ഥാപന, മൂർത്തി എന്ന് വെച്ചാൽ വിഗ്രഹം, അഭി മൂർത്തിക്ക് സ്ഥാപന നഹി ഹുയി ഹേ, ആ മന്ദിരത്തിൽ മൂർത്തി, പ്രതിമ അല്ലെ വിഗ്രഹം ഉണ്ടായിരുന്നില്ല. मंदिर के बरामदा वरांदा, मंदिर के बरामदे में लोहे का जाली वाला दरवाज़ है. മന്ദിരത്തിൻ്റെ വരാന്തയിൽ ലോഹ നിർമ്മിതമായ ഒരു ദർവാസ, വാതിൽ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ ലോഹ നിർമ്മിതമായ ഒരു എന്തുണ്ടായിരുന്നു, വാതിൽ, ദർവാസ ഉണ്ടായിരുന്നു. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया.
ഗ്രാമീണൻ ദേക്ക് രേക്ക് സംരക്ഷിക്കുക, നോക്കിക്കാണുക, മേൽനോട്ടം എന്നൊക്കെ പറയും. മന്ദിർ കെ ദേക്ക് രേക്ക് കർണേവാല ഗ്രാമീണൻ എന്നുവെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഗ്രാമീണൻ. ഉസേ ഹമാരെ ലിയെ അത് ഞങ്ങൾക്ക് വേണ്ടി, അതായത് ആ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി ഖോൽന തുറന്ന് തന്നു. ആജ് യഹി ബരാമദ ഹമാര റെയിൻ ബസേര ഹേ. ആജ് എന്ന് വെച്ചാൽ ഇന്ന് ആ ഒരു ബരാമദ വരാന്ത ഞങ്ങളുടെ റെയിൻ ബസേരയായി മാറി, അതായത് അഭയകേന്ദ്രമായി മാറി. ആ വരാന്ത ഞങ്ങൾക്കന്ന് അഭയകേന്ദ്രമായി മാറി. പാനി ലാനക്കേലിയെ ബാൾട്ടി ഥി. പാനി ജലം കൊണ്ടുവരാൻ വേണ്ടി ബാൾട്ടി ബക്കറ്റും തന്നു. ഫർഷ് ഫർഷ് എന്ന് വെച്ചാൽ തറ, തറയിൽ ബിച്ഛന വിരിക്കുക, ദരി ഷാളെ എന്നൊക്കെ. ഫർഷ് പർ ബിച്ഛാനയ്ക്ക് ലിയെ ഏക്ക് ബഹത്ത് ബഡി ദരി ഥി. തറയിൽ വിരിക്കുവാൻ വേണ്ടി വലിയ ഒരു ദരിയും എന്ന് വെച്ചാൽ വിരിയും തന്നു, ബക്കറ്റ് തന്നു. അതുകൂടാതെ തറയിൽ വിരിക്കാൻ വലിയൊരു വിരിയും തന്നു. അവരെ സദാവൃദ്ധ കെ ലിയെ ഫി പൂച്ച ലേക്കിൻ വഹ ഹമാരെ പാസെ പര്യാപ്ത ഥ. വ്രതത്തെക്കുറിച്ച് ചോദിച്ചു, അത് ഞങ്ങൾക്ക് പര്യാപ്തം തന്നെ ആയിരുന്നു. അറിയാലോ. നെക്സ്റ്റ് പറയാം. ചോട്ടു ബാഹർ ഖാന ബനാ രഹാദ. ചോട്ടു അസഹായത്തിന് വേണ്ടി പയ്യൻ എന്ത് ചെയ്തു? ബാഹർ വെളിയിലെ ഖാന ഭക്ഷണം പാകം ചെയ്യുക ആയിരുന്നു, അല്ലെ തയ്യാറാക്കുകയായിരുന്നു. ദാൽ തോ ബനാ ഗയി ഥി. ദാൽ എന്ന് വെച്ചാൽ പരിപ്പ്, പരിപ്പിൻ്റെ എന്തോ വിഭവം അവനുണ്ടാക്കി. പർ വഹ് ഗാക്കട് ബനാ രഹാ ഥാക്കി പാനി ആകയ. അതുമാത്രമല്ല പരിപ്പിൻ്റെ വിഭവം ആ ചോട്ടുണ്ടാക്കി. അതുകൂടാതെ ഗോതമ്പ് ഉപയോഗിച്ചുള്ള, ഗാക്കട് എന്ന് വെച്ചാൽ ഗോതമ്പ് ഉപയോഗിച്ചുള്ള റൊട്ടി, അതും ചോട്ടു ഉണ്ടാക്കി. അപ്പോഴേക്കും പാനി ആകയ, മഴ പെയ്യാൻ തുടങ്ങി, എന്നുവെച്ചാൽ മഴ പെയ്തു. പ്രായഹ മിക്കവാറും സഫി കേത്തോമ്മേ യാ സോയാബിൻ കട്ട് രഹാദ. പ്രായഹ മിക്കവാറും എന്ന വാക്കാണ്. സഫി കേത്ത് എന്ന് വെച്ചാൽ വയൽ, സോയാബിൻ കൃഷിയാണ്. കട്ന മുറിക്കുക എന്നൊക്കെ. മിക്കവാറും എല്ലാ കേത്തുകളിലെയും എന്ന് വെച്ചാൽ എല്ലാ വയലുകളിലെയും സോയാബിൻ എന്ന കൃഷി അവർ കട്ന മുറിച്ചു, എന്ന് വെച്ചാൽ കൃഷിയെടുത്തു, അതിൻ്റെ ഫസലുകളെടുത്തു. അവരെ കട്ട് ഹുയെ സോയാബിൻ കെ ഡേർ ലഗേദേ. ഡേർ എന്ന് വെച്ചാൽ കൂന. ഈ കട്ട് ചെയ്ത സോയാബിൻ്റെ ഡേർ കൂനകളാക്കി വച്ചു. അവർ അങ്ങോട്ട് മാറ്റി ഒരു കൂനയാക്കി മാറ്റി എല്ലാവരും കൊണ്ടുചെന്ന് വച്ചു. ഇസേ പാനി സേ കിസാനോങ്കോ ഭാരി നുക്സാൻ ഹോ രഹാദ. ഈ മഴ കർഷകന് ഭാരിച്ച നുക്സാൻ, നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നു. അടുത്ത നോക്കിയേ. കിസി തരഹെ ചോട്ടുനെ ഗാക്കടെ ബന ലിയ. എങ്ങനെയൊക്കെയോ അല്ല ഏതൊക്കെയോ രീതിയിലെ നമ്മുടെ ചോട്ടു എന്ത് ചെയ്തു? ഗാക്കടെ റൊട്ടിയും ഉണ്ടാക്കി. ആ ഗോതമ്പ് ഉപയോഗിച്ചുള്ള റൊട്ടി ഉണ്ടാക്കി. മഴ എപ്പോഴാണ് വന്നത്, അവൻ പെട്ടെന്നത് ഉണ്ടാക്കിയെടുത്തു. കാന കാക്കർ തോട ആരാം കർക്കെ ജബ് സോനെ ലഗെ. ആഹാരം കഴിച്ച കാന കാക്കർ ആഹാരം കഴിക്കുക. കഴിച്ചതിന് ശേഷം തോട അല്പം ആരാമിക്കാന്ന് വെച്ചാൽ വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അത് സോനെ ലഗെ, ഉറങ്ങാൻ വേണ്ടി. ജബ് തക്ക് പാനി ബന്ദ് ഹോ ചുകീതി. അപ്പോഴേക്കും പാനി മഴ ബന്തെന്ന് വെച്ചാൽ മഴ പെയ്ത് തീർന്നു, നിലച്ചു. ബാഹർ ബിജലി കാ ബൾബ് ജൽ രഹാദ. ബാഹർ വെളിയിലെ വൈദ്യുത ബൾബ് ജ്വലിച്ചുകൊണ്ടേ ഇരുന്നു. അടുത്ത നോക്കിയേ. അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. രാത് കോ ജബ് മെയിം ഉഡാത്തോ മേരെ പൈരോं के पास की काली दरी पर एक आदमी गुड़ीमुड़ी से पड़ा था. रात को जब मैं उड़ा तो. രാത്രിയിൽ ഞാൻ എപ്പോഴാണോ ഉണർന്നത്. മേരെ പൈരോं के पास എന്ന് വെച്ചാൽ അടുത്ത്, പൈർ കാല്, എൻ്റെ കാലിൻ്റെ അരികിലായി, കാലിയായി ഒഴിഞ്ഞു കിടക്കുന്ന ആ വിരികിലെ ഒരാത്മി, ഒരു മനുഷ്യൻ, ഗുടിമുടി എന്ന് വെച്ചാൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആ വിരിയിലെ കാൽഭാഗം കാണുന്ന, അയാൾ കാൽ വയ്ക്കുന്ന ആ ഭാഗത്ത് കുറച്ച് ഭാഗം ആ വിരി കാലിയായി കിടന്നു. ആ ഭാഗത്ത് ഏതോ ഒരു മനുഷ്യൻ വന്ന് ഗുടിമുടി എന്ന് വെച്ചാൽ ഒരു ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുന്ന പോലെ കിടന്നു. ഉസ്നെ കുച്ചിഫി ഓടാ ഹീന്ത. ഉസ്നെ കുച്ചിഫി, അയാൾ ഒന്നും തന്നെ പുതയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുതയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ പക്കലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലേട്ട് ബെഡ് ബെഡാ രഹാദ. ലേട്ട് കിടന്നുകൊണ്ട് അയാൾ എന്തൊക്കെയോ ബെഡ് ബെഡാന പുലമ്പിക്കൊണ്ടേ ഇരുന്നു. മാനോ കഹാനി സുൻ രഹാദ. ഞങ്ങൾക്ക് തോന്നി അയാൾ കഥ പറയുക ആയിരിക്കാം എന്ന്. എന്തോ കഥ? കഹാനി നച്ച കഥ പറയുക ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. ഫിർ വീണ്ടും യക്കായക്ക് ജോർ സെ ഹസ്നെ ലഗ. വീണ്ടും അദ്ദേഹം ജോർ എന്ന് വെച്ചാൽ സോർ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ, ഹസ്ന ചിരിക്കുക. ഈ കഥ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. വീണ്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തു?
ഉച്ചത്തിൽ ഉറക്കെ ഹസ്നെ ലിഖ്ത ഹേ. ഹസ്ന എന്ന് വെച്ചാൽ ചിരിക്കുവാൻ തോന്നി, നല്ല ചിരിച്ചു കൊണ്ടിരുന്നു. ബീച്ച് ബീച്ച് മേം ഇടയ്ക്കിടയ്ക്ക് രാമായൺ കി ചൗപ്പായി ബോൽത്ത. ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിൻ്റെ ഭാഗങ്ങളും പറയുന്നു. ഷായദ് ഒരുപക്ഷെ പാഗൽദ അയാൾ ഭ്രാന്തനായിരിക്കാം. മേൻ ചുപ് ചാപ്പ് സോഗയ. ഞാൻ മിണ്ടാതെ കിടന്നു. ആ വന്ന് ഇരുന്ന മനുഷ്യൻ ഭ്രാന്തനായിരിക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നി. അതായത് അവിടേക്ക് വന്ന ആ മനുഷ്യൻ ഇവിടെ കിടക്കുന്നു, അയാൾക്ക് ഭ്രാന്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതെ കിടന്നു. നമുക്ക് ഇവിടെ വെച്ച് ഈ ഫസ്റ്റ് പാർട്ട് പോലെ ഇവിടെ അങ്ങ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ വായിച്ച് പഠിച്ച് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ട് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം.